ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരൻ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിവിഷൻ മെത്തേഡ്സ് ഹരണ രീതികൾ എന്ന പാഠത്തിലെ പാർട്ട് 2 വീഡിയോയുമായിട്ടാണ്. ഈ പാഠഭാഗത്തിൽ നമുക്ക് 3 ഭാഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ചതുരഹരണം എന്ന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ എടുക്കുന്നത്. ഹരണത്തിന്റെ ക്രിയാരീതികളാണ് രണ്ടാം ഭാഗമായ ചതുരഹരണം എന്ന ഭാഗത്ത് വിവരിക്കുന്നത്. വീതം വെക്കുന്ന പ്രായോഗിക പ്രശ്നങ്ങളിൽ ഓരോന്ന് വീതം കുറയ്ക്കുന്നതിന് പകരം കുറെ എണ്ണം ഒരുമിച്ച് കുറച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ നമുക്ക് ഗുണനം ആവശ്യമായിട്ട് വരും. ഇങ്ങനെ ഹരണക്രിയാരീതിയുടെ ഓരോ ഘട്ടവും നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുണനവുമായി കൂടെ ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതിന് കൃത്യമായി അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പൊട്ടുകളൊന്നും വെച്ച് വിശദീകരിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. 30 പൊട്ടുകളെ നമ്മൾ വീതിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ 5 പൊട്ടുകൾ എടുത്തു. ഈ 5 പൊട്ടുകൾ എടുത്താൽ ബാക്കി എത്ര പൊട്ടുകളുണ്ട്? 30 എണ്ണത്തിൽ 5 എണ്ണം പോയി, ഒരു വരിയിൽ 5 എണ്ണം. പിന്നെ ബാക്കി എത്ര പൊട്ടുകളാണുള്ളത്? 25. അപ്പൊ നമ്മള് വീണ്ടും ഒരു വരിയും കൂടെ വെച്ചു. ഇപ്പൊ നോക്കണേ, ഇപ്പം 2 5കൾ വീതം എടുത്തു. അപ്പൊ ആകെ എത്ര പൊട്ടുകൾ എടുത്തു? 10. ബാക്കി എത്ര ഉണ്ട്? 20 പൊട്ടുകൾ അല്ലെ? ഇനിയും ഞാൻ എന്ത് ചെയ്തു? 5 പൊട്ടുകൾ കൂടെ വെച്ചു. അപ്പൊ ഇപ്പം എത്രയായി? 15 പൊട്ടുകളായി. ബാക്കി എത്ര പൊട്ടുകളാണുള്ളത്? 15. അപ്പൊ വീണ്ടും ഞാൻ ഇതേപോലെ വെച്ചു. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇപ്പൊ ആകെ എത്ര പൊട്ടുകളായി? 20 പൊട്ടുകളായി. ഒരു വരിയിൽ 5. അപ്പൊ 2 വരിയിൽ 2 5 10, 3 വരിയിൽ 3 5 15, 4 5 20. ബാക്കി എത്ര പൊട്ടുകളുണ്ട്? ബാക്കി 10 പൊട്ടുകൾ. അപ്പൊ വീണ്ടും ഇത് വെച്ചു അല്ലേ? അപ്പോ ഇനിയോ? ഇനി ബാക്കി 5 പൊട്ടുകൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വരിയും കൂടെ വെക്കാം. അപ്പൊ ഞാൻ ആ വരിയും കൂടെ ഇവിടെ അങ്ങ് വെച്ചു. അപ്പൊ ഇത്രയും ഞാൻ വെച്ച് കഴിഞ്ഞപ്പോ ആകെ എത്ര പൊട്ടുകളായി? 30 പൊട്ടുകളായി അല്ലേ? അപ്പൊ ആകെ ഇതിൽ ടോട്ടൽ ആകെ എത്രയാണ്? 30 പൊട്ടുകളുണ്ട്. ഒരു വരിയില് എത്ര എണ്ണാണ് വെച്ചത്? 5 എണ്ണം വീതം. 5, അതായത് 1 × 5. അടുത്ത വരിയില് വീണ്ടും ഞാൻ 5 പൊട്ടുകൾ വെച്ചു. അപ്പൊ എത്രയായി? അപ്പൊ 5 ആദ്യത്തെ വരിയില്, രണ്ടാമത്തെ വരിയിലോ 5 പൊട്ടുകളായി. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 5. ഇങ്ങനെ വരുമ്പോൾ എത്ര 5കളുണ്ട് നോക്ക്. ഇവിടെ 1 2 3 4 5 6. അവസാനം നമുക്ക് കിട്ടും 6 × 5 എത്രയാണ്? 30. അതായത് 30നെ 5 വീതം ഡിവൈഡ് ചെയ്ത് വീതിച്ചെടുത്തപ്പോൾ നമുക്ക് എത്ര എണ്ണം കിട്ടി? 6. അതായത് അതിനെ നമ്മൾ ഗുണനമായി കൂടി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. 6 × 5 ആണ് 30. ഇപ്പൊ നമ്മൾ ചെയ്തത് 30 പൊട്ടുകളെ ഒരേപോലെയുള്ള 5 ഭാഗങ്ങളാക്കി. 5 ഭാഗങ്ങളാക്കിയപ്പോൾ ഓരോ ഭാഗത്തിലും നമുക്ക് എത്ര എണ്ണം കിട്ടി? 6 എണ്ണം. ഇവിടെയും കിട്ടി 6, ഇവിടെയും കിട്ടി 6, ഇവിടെയും 6 കിട്ടി. 5 പേർക്ക് 6 5 30. ഹരണത്തെ നമ്മൾ എന്ത് ചെയ്തു? ഗുണനമായി വ്യാഖ്യാനിച്ചു. 5ന്റെ 6 മടങ്ങാണ് 30. 30 പൊട്ടുകള് 5 പേർക്ക് ഈക്വൽ ആയിട്ട് തുല്യമായി ഭാഗിച്ചപ്പോ ഓരോരുത്തർക്കും എത്ര എണ്ണം കിട്ടി? 6 എണ്ണം കിട്ടി. അപ്പൊ ഇത് ക്ലാസ്സിൽ ചെയ്യുമ്പോൾ വിവിധങ്ങളായ രീതിയിൽ പൊട്ടുകൾ തന്നെ കൊടുത്ത് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും പൊട്ടൊന്നും വെച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആ ക്രിയാരീതിയിലേക്ക് കടക്കാം. ഓക്കെ, ചോദ്യം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. 192 രൂപ 8 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? അപ്പൊ നമ്മളിവിടെ ഓരോരുത്തർക്കും പൊട്ടുകൾ വെച്ച് വീതിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അത് ക്രിയാരീതിയായിട്ട് നമുക്കൊന്ന് നോക്കാം. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചതുരഹരണം എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? ആകെ എത്ര രൂപയാണുള്ളത്? 192 രൂപ. എത്ര പേർക്ക് വീതിക്കണം? 8 പേർ. ഇനി നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓരോരുത്തരും ചെയ്യുന്നത് രീതിയിൽ വ്യത്യാസം വരും. നമുക്ക് എങ്ങനെയാണോ സുഖം ആ രീതിയിലേക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഞാൻ ഏതായാലും ഞാൻ ഇങ്ങനെ വിചാരിക്കാണ്. 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ 16 ആണ് കിട്ടുക. അപ്പൊ 20 കൊണ്ട് ഗുണിച്ചാലോ? അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും,
ചിലപ്പോ 20 എടുക്കാൻ തോന്നൂല, വേണ്ട. 8 പേർക്കും നമ്മൾ 10 രൂപ വെച്ച് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ആകെ എത്ര കിട്ടും? അപ്പൊ 10 × 8 എത്രയാണ് വരിക? 80. അപ്പൊ ഇവിടെ എത്രയാണ് കുറയ്ക്കുന്നത്? 80 കുറയ്ക്കാണ്. അതായത് ഈ 8നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 80. ഇനി ഈ 192 നിന്ന് 80 അങ്ങോട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 192 നിന്ന് 80 കുറയ്ക്കുമ്പോൾ 112 കിട്ടി. അപ്പൊ ഇനിയും അതിനകത്ത് 80 കൂടെ കുറയ്ക്കാനുണ്ടാവുമല്ലോ, അല്ലേ? വീണ്ടും നമുക്ക് 8 പേർക്കും 10 രൂപ വെച്ചെടുക്കാം. അപ്പൊ നമുക്ക് ആകെ എത്രയായി? 8 × 10 എത്രയാണ് വരുന്നത്? 80, അല്ലേ? അപ്പൊ ഇനി ഇവിടെ നോക്കുക. അപ്പൊ ഇവിടെയും നമ്മൾ 8 × 10 ആണ് ചെയ്തത്. ഒരു കൂട്ടത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോ ഇവിടെ ബാക്കി 2, 8, 3, 11. 32 എത്തിയപ്പോ നിങ്ങൾക്ക് ഒരു ആശ്വാസം വന്നിട്ടുണ്ടാവും. 8, 4, 32 നമ്മൾ പഠിച്ചത് ഓർമ്മ വരും, അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എത്ര എടുക്കാം? 4. 8, 4 എത്രയാണ് വരിക? 32. ഇവിടെ 8 × 4 32. ഇപ്പൊ ഇവിടെ നമ്മൾ ഹരിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് എത്രയാണ് കിട്ടത്? ആകെ 192 രൂപ 8 പേർക്ക് തുല്യമായി ഭാഗിച്ചപ്പോൾ ആദ്യം ഇവിടെ 10 രൂപ വെച്ച് കിട്ടി ഓരോരുത്തർക്കും, പിന്നെ ഒരു 10 രൂപ വെച്ച്, പിന്നെ 4. അപ്പൊ 10 10 20, 20 4 24. 24 കിട്ടുന്നത്. എന്ത്? 192 ഹരിക്കണം 8 എന്ന് പറയുമ്പോ 24. അതായത് എന്താണ് കിട്ടുക? 24ന്റെ 8 മടങ്ങാണ് എന്ത്? 192 രൂപ. അതായത് 8ന്റെ 24 മടങ്ങാണ് 192 രൂപ. ഇനി ചില കൂട്ടുകാര് എന്ത് ചെയ്യും? കുറച്ചും കൂടെ എളുപ്പത്തിൽ ഹരിക്കും. അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ തന്നെ ഞാനിവിടെ എഴുതാണ്. 192 ഇവിടെ 8. അത് 20 രൂപ വെച്ചിട്ട് എടുക്കുക. 20 വെച്ചിട്ട് എടുത്തു. 20 വെച്ചിട്ട് എടുക്കുമ്പോൾ 160. അതായത് 8 × 20 എന്ന് പറയുന്നത് 160. ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 32. പിന്നെ നമുക്ക് എത്ര രൂപ വെച്ച് കൊടുക്കാം? 4. 8, 4 എത്രയാണ്? 32. ഇവിടെ നമുക്ക് എഴുതാം 8 × 4 32. അപ്പോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്തു? കുറച്ചും കൂടെ എളുപ്പത്തിൽ കിട്ടി. 20 4 24 കിട്ടിയില്ലേ? ഇവിടെ ആവുമ്പോൾ എന്ത് ചെയ്തു? കുറച്ചും കൂടെ. ഇനി നിങ്ങൾക്ക് പിന്നെ ഇത് ബുദ്ധിമുട്ടാണ്, 5 വെച്ചെടുക്കണോ? 5 വെച്ചെടുക്കാം, കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതിലാണ് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാം. നമുക്ക് ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് ഈ ചതുരഹരണം നമുക്ക് എടുക്കാം. അപ്പൊ ഇത് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ഒന്നും കൂടെ ചുരുക്കി എഴുതാനും കൂടെ ഞാനൊന്ന് പഠിപ്പിച്ചു തരാം. അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 2, 10ന്റെ സ്ഥാനത്ത് 9, 100ന്റെ സ്ഥാനത്ത് 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഇവിടെ നോക്കാം 192, അല്ലേ? ഇത് ഒരു 100 രൂപ നോട്ടാണ്. 9 10 രൂപ നോട്ടാണ്. 2 എന്താണ്? ഒന്നുകളാണ്. ഈ 1 രൂപ, ഒരു 100 രൂപ നോട്ടിനെ നമുക്ക് എന്ത് ചെയ്യാം? 10 രൂപ നോട്ടുകളാക്കാം. അപ്പൊ എത്ര 10 രൂപ നോട്ടുകൾ ഉണ്ടാവും? 10 10 രൂപ നോട്ടുകൾ ഉണ്ടാവും. അപ്പൊ 10ഉം ഇവിടെ 9ഉം എത്ര വരുന്നു? 19 വരുന്നു. അപ്പൊ 19 10 രൂപ നോട്ടുകളും 2 ഒന്നുകളും. അപ്പൊ ഇതിൽ നിന്ന് 2 നോട്ടുകൾ വീതം, 2 10 രൂപ നോട്ടുകൾ വീതം 8 പേർക്ക് കൊടുത്താൽ വരും 16. ഇനി ഇവിടെ എത്ര 10 രൂപ നോട്ടുകളുണ്ട്? 3 10 രൂപ നോട്ടുകൾ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകളാക്കാം. അപ്പൊ ഒന്നുകളാക്കണമെങ്കിൽ ഇവിടെ ആകെ എത്ര വരും? ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാണ്. ഈ 3 10 രൂപ നോട്ടുകളെ 30 ഒന്നുകളായിട്ട് വരും. 30 ഒന്നുകളും ഈ 2 32 ഒന്നുകളായി, അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 32 രൂപേനെ വീണ്ടും 8 പേർക്ക് ഭാഗിക്കുമ്പോൾ എത്ര വരുന്നു? 24 വരുന്നു. 4 8 32. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇതാണ്. അതായത് 192നെ 8 കൊണ്ട് ഭാഗിക്കുന്നു. നമ്മൾ ഇതുവരെ ചെയ്തത് ഇതെങ്ങനെയാണെന്ന് അറിയാനാണ് ഞാനിത് ചെയ്തത്. നമ്മൾ ചുരുക്കി ചെയ്യും. ഇതിൽ എത്ര 8കൾ പോകും,
ആദ്യം ഒന്നെടുത്തു, ഒന്നിന് പോകൂല. അതായത് ഇവിടെ 100ന്റെ ഇല്ല, അതാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നെടുത്തു, ഒന്നിന് പോകൂല, അതുകൊണ്ട് 9 എടുത്തു. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ഒരു 100 രൂപ നോട്ടിനെ നമ്മൾ എന്ത് ചെയ്തു? 10 രൂപ നോട്ടുകളാക്കി. അപ്പൊ 10ഉം ഇവിടെ 9 10 രൂപ ഉണ്ട്. 10 9 19 19 എത്ര 8 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം പോവും. 8 2 16. ബാക്കിയുള്ളത് 3 10 ആ 3 10 നമ്മൾ എന്ത് ചെയ്തു? ഒറ്റയുടെ കോളത്തിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ 2 ഉണ്ട്. അപ്പൊ 3 10ഉം 30. 30 2 32. ആ 32 അതാണ് ഈ 2 ഇറക്കി എഴുതുന്നത്. 32. ഇനി 32ൽ എത്ര പ്രാവശ്യം പോവും? 8 4 32. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഹരണം തന്നെയാണ് ഇത് തന്നെയാണ് ചതുരഹരണം. അപ്പൊ നമുക്ക് പല രീതികളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഹരിക്കല് ഗുണനമായി കൂടി വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുക. ഒരു കൂട്ടം എടുത്ത് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരിക. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് എല്ലാ ചിത്രവും വന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മറ്റൊരു കണക്ക് നോക്കാം. ചോദ്യം ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളവര് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങൾ നോക്കി എഴുതി എടുത്താൽ മതി. 3000 രൂപ 12 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? 3000 രൂപയാണ് 12 പേർക്ക്. ഇപ്പൊ ഇവിടെ നോക്കാം. 100 വെച്ചെടുക്കാൻ എന്തായാലും ഉണ്ടാവുമല്ലോ. 100 വെച്ചെടുത്താൽ 1200 വരിക. ഞാൻ ആദ്യം ഇവിടെ 100 എഴുതാണ്. 100. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 12നെ 100 കൊണ്ട് ഗുണിക്കാം അല്ലെ? 12 ഗുണിക്കണം 100 എത്രയാ കിട്ടുക? 1200 കിട്ടുക. ആ 1200 നമ്മൾ ഇവിടെ എഴുതി. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കിയാ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ 3000ൽ നിന്ന് 1200 അങ്ങോട്ട് കുറയ്ക്കണം. ആ കുറയ്ക്കുമ്പോൾ ഇവിടെ 0 1 0 2 8 ആണ്. 10 ശിഷ്ടം 1 1 2 1 3 1800. ഇനി നമുക്ക് എന്ത് തന്നെ എടുക്കാനുണ്ട്? 100 വെച്ചെടുക്കാനില്ലേ? അപ്പൊ നമുക്ക് വീണ്ടും 100 എടുക്കാം. 100 എടുക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. 12 × 100 എത്രയാണ് വരുന്നത്? 1200. അപ്പൊ നമുക്ക് ഇവിടെ 1200 എഴുതി. നമ്മളിത് കുറച്ചു. 0 0 2 6 8 600. ഇനി നിങ്ങൾക്ക് എത്ര വെച്ചെടുക്കാം? 10 വെച്ചെടുക്കണോ? എടുക്കാം. പക്ഷെ എനിക്കറിയാം 12 5 60 അപ്പൊ നമുക്കറിയാം 12 × 50 ഗുണനമായി വ്യാഖ്യാനിക്കുകയാണ്. 12 × 50 എത്രയാണ് വരിക? 600. ആ 600 ഇവിടെ എഴുതി. ഇനി ബാക്കിയുണ്ടോ? ഇല്ല, തീർന്നു അല്ലെ? ഇനി നമുക്ക് ഈ 600 എഴുതിയ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ? ഇവിടെ നോക്കാം. 600 12 10 പ്രാവശ്യം എടുത്തു. നോക്കാം, ഇവിടെ നമ്മൾ ഹരിക്കുമ്പോ ഞാൻ 600ന്റെ അവിടെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഇതുപോലെ തന്നെ. അപ്പൊ ഇവിടെ 12 ഉണ്ട്, 10 എടുത്തു. 10 എടുക്കുമ്പോ നമുക്ക് ഇവിടെ കിട്ടുന്നത് 120 അപ്പൊ 120 ഇവിടെ 0 2 8 10 ശിഷ്ടം 1 2 4 6. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്? നമുക്ക് അറിയില്ല. ഇതേപോലെ ചെയ്യാൻ അറിയില്ല. വേണ്ട, 12നെ 10 കൊണ്ട് ഗുണിക്കാൻ നിങ്ങൾക്ക് അറിയാലോ, എളുപ്പല്ലേ? അപ്പൊ വീണ്ടും നമ്മൾ എന്തെടുത്തു? 10 എടുത്തു. അപ്പൊ വീണ്ടും ഇവിടെ 120 വന്നു. 120 വരുമ്പോ 0 2 6 8 1 3 4. വീണ്ടും എന്ത് ചെയ്തു? 10 എടുത്തു. ഇനി നോക്കാം, ഇവിടെ നിങ്ങൾക്ക് അറിയാം 120 120 240. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? 12 20. അപ്പൊ എത്രയായിട്ടാ? 240. 0 4 2 6 2 1 3. ഇനി എളുപ്പമായി അല്ലേ? ഒരു 10ഉം കൂടെ എടുത്താൽ മതി. അപ്പൊ 120 ആയി അല്ലേ? അപ്പൊ ഇവിടെ നോക്കാം, 10 10 20 20 40 10 50. ആ 50 ഇവിടെ ഞാൻ എന്ത് ചെയ്ത് ഒരുമിച്ചത്. അപ്പൊ ഇവിടെ 3000 രൂപ അത് നമുക്ക് എത്ര പേർക്ക് വീതിക്കണം? 12 പേർക്ക്. 3000ത്തെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 100 100 200 250. ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടുന്നു? 250. അതായത് 250 രൂപ വെച്ച് 12 പേർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 3000 രൂപ. 250ന്റെ 12 മടങ്ങാണ് 3000. അതായത് 12ന്റെ 250 മടങ്ങാണ് എന്ത്? 3000. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. 75 പൊട്ടുകൾ 5 പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടും?
അപ്പൊ ഇവിടെ നമുക്ക് എളുപ്പമാണ്. 5 നമ്മൾ 10 × 5 50 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 10 എടുത്തു. 10 പ്രാവശ്യം 5കൾ കുറയ്ക്കാണ്. അപ്പൊ 10 പ്രാവശ്യം 10 × 5 എത്രയാണ് വരിക? 50. 10 പ്രാവശ്യം 5കൾ കുറയ്ക്കുമ്പോൾ 5 × 10 50 എന്നാണ് കിട്ടുന്നത്. ഇനി ബാക്കി എത്ര വരിക? 25. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 5 ആണ് എന്ത്? 25. 5 × 5 25 ഗുണനമായി വ്യാഖ്യാനിച്ചു. അപ്പൊ വീണ്ടും 5 കൂടെ കുറച്ചു. അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരാൾക്ക് എത്ര പൊട്ടുകൾ കിട്ടും? അതായത് 75 പൊട്ടുകള് 5 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? 10 കൂട്ടണം 5 15 പൊട്ടുകൾ. അതായത് 5ന്റെ 10 5 15 മടങ്ങാണ് എന്ത്? 75. 5ന്റെ 15 മടങ്ങാണ് 75. ഓരോരുത്തർക്ക് എത്ര പൊട്ടുകൾ കിട്ടുന്നു? 15 പൊട്ടുകൾ വീതം. ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു 3 കണക്കുകളുണ്ട്, അതൊന്ന് ചെയ്യാം. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരേപോലെയുള്ള 7 പേനയ്ക്ക് 98 രൂപ. ഒരു പേനയുടെ വില എത്ര? നമുക്ക് അതിന്റെ സ്റ്റെപ്പുകളും കൂടി ഒന്ന് എഴുതി ചെയ്യാം. പേനകളുടെ എണ്ണം, നമ്പർ ഓഫ് പെൻസ് എത്രയാണ്? ഇവിടെ ഉണ്ട്, 7 ആണ്. അടുത്തത് ആകെ രൂപ, ടോട്ടൽ റുപ്പീസ് എന്ന് പറയുന്നത് 98 രൂപയാണ്. ഒരു പേനയുടെ വില, കോസ്റ്റ് ഓഫ് എ പെൻ, ഒന്നിന്റെ വില, കുറെ എണ്ണത്തിന്റെ തന്നു, ഒന്നിന്റെ കണ്ടുപിടിക്കാൻ 98 ഹരിക്കണം 7. 98നെ 7 കൊണ്ട് ഹരിക്കണം. അപ്പൊ ഇവിടെ എളുപ്പത്തിന് നമുക്ക് 10 എടുക്കാം അല്ലെ. 7 10, 7 × 10 എത്രയാണ് വരുന്നത്? 70 ആണ് വരിക. 70. ബാക്കി എത്രയാ വരുന്നത്? 8 7 2 9 28. 28 എത്തിക്കഴിഞ്ഞപ്പോ നമ്മുടെ കണ്ണിൽ ഒരു തിളക്കം വന്നു. എന്താ കാരണം? നമുക്കറിയാം 28 7 4 ആണ് 28. അപ്പൊ നമുക്കിവിടെ 4 എടുക്കാം. 7 4 28. അതായത് 7 × 4 ആണെന്ത്? 28. അപ്പൊ നമുക്ക് 98നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നു? 10 4 14. അതായത് 7ന്റെ 14, 7 × 14 മടങ്ങാണ് എന്ത് വരുന്നത്? ഈ 98 വരുന്നത്. ഓക്കെ ആണല്ലോ? 7ന്റെ 14 മടങ്ങാണ് 98. അപ്പൊ ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടുക? ഒരു പേനയുടെ വിലയാണ് ചോദിച്ചത്. ഒരു പേനയ്ക്ക് 10 4 14 രൂപയാണ് കിട്ടുക. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം, 168 രൂപ 8 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? അപ്പൊ നമുക്കറിയാം ആകെയുള്ള രൂപ, ടോട്ടൽ എമൗണ്ട് 168. 8 പേർക്ക് വീതിച്ചാൽ അപ്പൊ ആകെയുള്ള ആളുകൾ, നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ്? 8 ആണ് വരിക. ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? ഒരാൾക്ക് കിട്ടുന്ന രൂപ, എമൗണ്ട് ഓഫ് ഈച്ച് പേഴ്സൺ വിൽ ഗെറ്റ് എന്താണ്? 168 ഹരിക്കണം 8. നമുക്കൊന്ന് നോക്കാം. 168നെ 8 കൊണ്ട് ഹരിക്കുക. ഇവിടെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. 8 10 80 ആണ്. 8 2 16. അപ്പൊ 8 × 20 എത്രയാണ്? 160 ആണ്. അപ്പൊ നമുക്ക് ആ രീതിയിൽ എടുക്കാം. 8 20 പ്രാവശ്യം അല്ലെ. അപ്പൊ 8 × 20 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 160. ആ 160 നമ്മളിവിടെ എഴുതി. ബാക്കി എത്രയാ വരിക? 8. പിന്നെ എത്രയാണ്? 1 8. 1 × 8 8. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 168നെ 8 കൊണ്ട് ഹരിച്ചാൽ 20ഉം 1ഉം 21. അതായത് 8ന്റെ 21 മടങ്ങാണ് 168. ഓക്കെ ആയില്ലേ? ഈ രീതിയിലുള്ള ഹരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും ദടങ്ങാറാണ്, ആകെ ഗുലുമാലാണ്, ഞങ്ങൾ ഇങ്ങനെയല്ല പഠിച്ചു വന്നതെന്നൊക്കെ തോന്നും. പക്ഷെ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ ആയില്ലേ? അടുത്തത്, സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട് പുസ്തകങ്ങൾ വാങ്ങണം. 25 പുസ്തകം വീതമുള്ള എത്ര കെട്ടുകൾ വാങ്ങണം? അപ്പൊ ആകെ വാങ്ങേണ്ട നോട്ട് പുസ്തകങ്ങൾ, ടോട്ടൽ നോട്ട് ബുക്സ് എത്രയാണ്? 1825. ഒരു കെട്ടിലുള്ള പുസ്തകങ്ങൾ, നമ്പർ ഓഫ് നോട്ട് ബുക്സ് ഇൻ എ പാക്ക് എത്രയാണ്? 25.
കെട്ടുകളുടെ എണ്ണം, നമ്പർ ഓഫ് പാക്സ്, എത്ര എണ്ണം വേണം അത് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? 1825 ഹരിക്കണം 25. ഇനി ഇവിടെ നോക്കാം. 1825നെ 25 കൊണ്ട് ഹരിക്കണം. അപ്പോ ഇവിടെ ഹരിക്കണമെങ്കിൽ ഇതിൽ ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. 25 2 എത്രയാ? 50. അപ്പൊ 25 4 എത്രയാ? 100 അല്ലേ? അപ്പൊ 25 4 100 ആകുമ്പോൾ 25 40 എടുത്താൽ എത്ര കിട്ടും? 1000 കിട്ടും. അപ്പൊ എളുപ്പ വഴിക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. 25 ഞാനിത് എടുത്തത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. 25 2 50 ആണ്. അപ്പൊ 25 20 500 മനസ്സിലായില്ലേ? അപ്പൊ 25 40 എത്ര വരും? 1000 വരും. 25 40. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 25 ഇൻറ്റു 40. ഇവിടെ സ്ഥലം ഇല്ലാത്തോണ്ടാണ്. എത്ര വന്നു? 1000 വന്നു. 1000 വന്നു കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 825. ഇനി എളുപ്പാ. 25 2 50 അപ്പൊ 25 ഇൻറ്റു 20 എത്രയാ വരിക? അപ്പൊ നമ്മൾ ഇവിടെ 20 എടുത്തു. അപ്പൊ 25 ഇൻറ്റു 20 എത്രയാണ് വരിക? 500 വരിക. 500. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ 5 2 5 3 8. ഇനി നമുക്ക് 25 ഇവിടെ എത്ര പ്രാവശ്യം വരും? 10 എടുക്കാം. അപ്പം 25 ഇൻറ്റു 10 എത്രയാ വരിക? 250 വരുന്നത്. ഇനി ഇവിടെ നോക്കാം. ബാക്കി എത്രയുണ്ട്? 5 5ഉം 7ഉം 12 ശിഷ്ടം 1 2 3 75. നമുക്ക് എളുപ്പമാണ്. 25 3 25 3 എത്രയാണ്? 75. അപ്പൊ അങ്ങനെ വരുമ്പോ 1825 ഹരിക്കണ 25 എന്ന് പറയുമ്പോ എത്രയാ? 40ഉം 20ഉം 60ഉം 10ഉം 70 73. ഇതെല്ലാം കൂടെ കൂട്ടണം. 40 കൂട്ടണം 20 കൂട്ടണം 10 കൂട്ടണം 3. അപ്പൊ 40 20ഉം 60ഉം 10 70ഉം 3ഉം 73 എത്ര പാക്കുകൾ ഉണ്ടാവുക? 73. അതായത് 25ന്റെ 73 മടങ്ങാണ് എന്ത്? 1825. ഇനി ഇതില് വേറെ ചില ചെറിയ കുറുക്ക് വഴികളുണ്ട്. അതായത് ചില ഇപ്പൊ ക്വിസിനൊക്കെ ഇതുപോലത്തെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ അടുത്ത 2000ത്തിലേക്ക് ശരിയാക്കുക. നമുക്കറിയാം 25 40 1000 എങ്കിൽ 25 80 എന്താണ്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നോക്കാം. നോക്കൂ. 25 40 25 ഇൻറ്റു 40 1000 അല്ലെ? അപ്പൊ 25 ഇൻറ്റു 80 എത്ര വരും? 2000 വരും. ഇത് മനക്കണക്കായിട്ട് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ 2000 വരുമെങ്കിൽ 2000ത്തിൽ നിന്ന് എത്ര കുറവാണ്? 825. 175 കുറവ് അല്ലെ? അപ്പൊ 175 കിട്ടണമെങ്കിൽ 25 എത്രയാണ്? 175 7 അല്ലേ? നോക്കൂ. 25 ഗുണിക്കണം 7. 7 5 35 5 3 7 2 14 3 17 175 കിട്ടി. അപ്പൊ 25 ഗുണിക്കണം 7 ആണ് 175. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാവോ? നമുക്ക് ഇവിടെ 175 കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കേണ്ടി വരുന്നതുകൊണ്ട് ഈ 80ൽ നിന്ന് 7 കുറച്ചാൽ മതി. 80ൽ നിന്ന് 7 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? 73 കിട്ടുന്നു. ഇത് മനക്കണക്കായിട്ട് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് മിടുക്കരായ കുട്ടികൾ ഇതും കൂടി ഒന്ന് ചിന്തിക്കണം. ആ ചിന്തിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇട്ടു തന്നു മാത്രം. ഓക്കെ. നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ 40 ഒന്നും ഒറ്റയടിക്ക് എടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 20 ഒക്കെ ഉണ്ടാവുള്ളൂ. അതിനൊന്നും സാരമില്ല. എങ്ങനെ എടുത്താലും അവസാനം നമുക്ക് എന്ത് കിട്ടുന്നു? 73 ആൻസർ കിട്ടുക. ഓക്കെ ആയില്ലേ? ഇന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നമുക്കറിയാം പല രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പഠിക്കുകയാണ്. വീഡിയോ ചിലപ്പോൾ ലെങ്ത് ഒക്കെ ഇത്തിരി കൂടിയാലും നിങ്ങൾ അതൊക്കെ കൃത്യമായി കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ചിന്തിക്കേണ്ടി വരികയില്ല. അപ്പൊ നന്നായിട്ട് ഇരുന്ന് ശ്രദ്ധിച്ച് കാണുക, പഠിക്കുക. അതുപോലെ അധ്യാപകരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നിങ്ങൾ മറ്റു കൂട്ടുകാർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്കും കൂടി ഒന്ന് കിട്ടട്ടെ. ഞാൻ ഏതായാലും കഷ്ടപ്പെടുകയാണ്. അപ്പൊ മറ്റുള്ളവർക്കും അതിന്റെ പ്രയോജനം കിട്ടുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അതുപോലെ പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനടിയിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടാൽ മതി. ഓക്കെ. അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ലവ് യു ഓൾ. ബൈ.